ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസണ് ഇടം ലഭിക്കാത്തതിന് പിന്നാലെ ഉയർന്ന വിവാദം ചൂടുപിടിക്കുന്നു. സഞ്ജുവിനെ അതിരൂക്ഷമായി കടന്നാക്രമിച്ച് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് ഇന്നലെ മീഡിയ വണ്ണിലൂടെ രംഗത്ത് വന്നിരുന്നു. KCAക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ സഞ്ജു ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ്. കളിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്ന സാഹചര്യത്തിൽ സഞ്ജുവിന് വിജയ് ഹസാരെ ടീമിൽ ഇടം നൽകാമായിരുന്നത് മുൻ ഇന്ത്യൻ താരം ടിനു യോഹന്നാനും പ്രതികരിച്ചു. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രഖ്യാപനത്തിന് പിന്നാലെ സഞ്ജുവിന്റെ പേരിൽ ഉയർന്ന വിവാദം കത്തിപ്പടരുകയാണ്. KCA ഭാരവാഹികളുടെ ഈഗോ സഞ്ജുവിന്റെ കരിയർ നശിപ്പിക്കുന്നുവെന്ന വിമർശനം ഉന്നയിച്ച ശശി തരൂരാണ് വിവാദങ്ങളുടെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. തരൂരിനെ പ്രതിരോധിച്ചും സഞ്ജു സാംസണെ കടന്നാക്രമിച്ചും KCA പ്രസിഡന്റ് തന്നെ വിവാദങ്ങളുടെ പിച്ചിൽ പാഡ് കെട്ടി. വിജയ് ഹസാരെ ക്യാമ്പിൽ സഞ്ജു എത്താതിരുന്ന സാഹചര്യങ്ങൾ വിശദീകരിച്ച ജയേഷ് ജോർജ് അതിരൂക്ഷമായ ഭാഷയിലാണ് സഞ്ജുവിന്റെ നടപടികളെ വിമർശിച്ചത്. ഞാൻ അവൈലബിൾ ആകുമ്പോൾ ഒന്ന് കളിക്കാനുള്ളതാണോ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ? അദ്ദേഹത്തിന് തോന്നുമ്പോൾ ക്യാമ്പിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വന്ന് കളിക്കാനുള്ളതല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഇത് സഞ്ജു ഷുഡ് ബി എ റോൾ മോഡൽ അല്ലേ? അവിടെ വന്ന് ടീമിന്റെ ഒപ്പം നിന്ന് ചെയ്യേണ്ട ആൾ ഇങ്ങനെ കാണിച്ചാൽ ബാക്കിയുള്ളവർ ഇതല്ലേ ഫോളോ ചെയ്യുക. എന്നാൽ മുൻപും ക്യാമ്പിൽ പങ്കെടുക്കാത്ത സാഹചര്യത്തിലും സഞ്ജു സാംസൺ കേരളത്തിനായി കളിച്ചിട്ടുണ്ടെന്നും KCAയുടെ അച്ചടക്ക നടപടികൾക്ക് യാതൊരു തരത്തിലും വിധേയനാകാത്തതിനാലും ടീമിനൊപ്പം ചേരുന്ന താൽപര്യം പ്രകടിപ്പിച്ചതിനാലും വിജയ് ഹസാരയിൽ സഞ്ജുവിന് ഇടം നൽകാമായിരുന്നുവെന്ന് മുൻ ഇന്ത്യൻ താരം ടിനു യോഹന്നാൻ പ്രതികരിച്ചു. ഡിസിപ്ലിനറി ആയിട്ട് ആണ് ഈ ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അസോസിയേഷന്റെ തീരുമാനം ആണ്. അല്ലാതെ നോക്കിയാൽ തീർച്ചയായിട്ടും സഞ്ജു ടീമിൽ ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, കളിക്കേണ്ടതായിരുന്നു. സഞ്ജുവിനെ പരസ്യമായി വിമർശിച്ച കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ സഞ്ജു സാംസന്റെ ആരാധകരും രംഗത്തെത്തി. സമൂഹമാധ്യമങ്ങളിൽ KCA നിലപാട് തള്ളി രൂക്ഷമായ ഭാഷയിലാണ് അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ സഞ്ജു ആരാധകർ പ്രതികരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1.